അനിൽവിളി പറയും. ഈ ബഹുമാനായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എത്രയോ ഭംഗിയായിട്ടാണ് അവരുടെ പാർട്ടി നാളെ ദിവസം തൊട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ തിരക്കഥ അവതരിപ്പിച്ചത് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇത് കൃത്യമായിട്ടൊരു പ്ലാനിംഗ് ആണ് അദ്ദേഹത്തിന്റെ ഈ സംഭാഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് മേൽശാന്തി, തന്ത്രി തുടങ്ങിയ അല്ലെ ദേവസ്വം ബോർഡിലെ ജയശ്രീ ഉൾപ്പെടെയുള്ള ചില ഉദ്യോഗസ്ഥരിൽ വരെ മുട്ടി ഈ അന്വേഷണം നിൽക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം, അല്ലെങ്കിൽ CPM-ന്റെ ആഗ്രഹം എന്ന് വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ പറച്ചിൽ കൂടി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹം ഒരിക്കൽ പോലും പത്മകുമാറെന്നോ വാസുവെന്നോ അനന്തഗോപനെന്നോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെന്നോ ഒരു വാക്ക് പോലും അദ്ദേഹം ഉച്ചരിച്ചില്ല എന്നുള്ളിടത്താണ് ഇതിന്റെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഏത് പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയാൽ പോലും ശിക്ഷിക്കപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതെ, ഏതായാലും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ ഉണ്ടെങ്കിൽ പോലും ശിക്ഷിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞത് സത്യമായിക്കോട്ടെ. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനകത്ത് വസ്തുതാപരമായി ധാരാളം പിശകുകളില്ലേ. അദ്ദേഹം ആദ്യ റൗണ്ടിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു കിലോ കണക്കിനൊന്നും സ്വർണം അവിടുന്ന് പോയിട്ടില്ല, കിലോ കണക്കിനൊന്നും പോയിട്ടില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എത്രയാണ് പോയത്? 1 ഗ്രാം സ്വർണമാണോ പോയത്? 1 മില്ലിഗ്രാം സ്വർണമാണോ പോയത്? അല്ല, കിലോ കണക്കിന് രൂപ. ഇന്ന് മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് കോടിക്കണക്കിന് രൂപ കിട്ടുമ്പോൾ നമ്മൾ അതിന്റെ മാർക്കറ്റ് വാല്യൂ മാത്രമാണ് എടുക്കുന്നത്, അതിന്റെ ഡിവൈൻ വാല്യൂ നമ്മൾ നോക്കുന്നില്ല. ആ ഡിവൈൻ വാല്യൂ കൂടെ നമ്മൾ നോക്കണം. പിന്നെ അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത വസ്തുതാപരമായ ചില പിശകുകളും അദ്ദേഹം പറഞ്ഞു. എന്തിനാണ് ശബരിമലയില് 3 4 തന്ത്രിമാർ എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചത്? അതൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചില വിധികളുടെ അടിസ്ഥാനത്തില് മക്കത്തായം അനുസരിച്ചുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ 2 താവഴികൾക്ക് ഈ വീതം വെച്ച് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓരോ വർഷവും താഴ്മൺ കുടുംബത്തിലെ ഒരു കുടുംബം ഈ വർഷം, അടുത്ത കുടുംബം അടുത്ത വർഷം എന്ന രീതിയിൽ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്ത്രി പറഞ്ഞാല് എന്തും ചെയ്യും ദേവസ്വം എന്ന്. അവതാരകൻ ചോദിച്ച ഒരു കാര്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. ദേവസ്വം മാനുവൽ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. ഈ ദേവസ്വം മാനുവൽ അനുസരിച്ചുകൊണ്ട് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് സാധനങ്ങൾ നിർമ്മിക്കുന്നതിനും ഏത് സാധനങ്ങളുടെ മെയിൻ്റനൻസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ ക്ഷേത്ര സന്നിധിയിൽ തന്നെ വേണമെന്ന് കൃത്യമായ ദേവസ്വം മാനുവലിലുണ്ട്. ഉദ്യോഗസ്ഥർ എന്തെങ്കിലും എഴുതിയാൽ അത് വായിച്ചു മനസ്സിലാക്കാനുള്ള വിവരമെങ്കിലും ദേവസ്വം ബോർഡിൽ അംഗങ്ങളായിട്ട് നിയമിക്കുന്നവർക്ക് ഉണ്ടാകണം എന്നുള്ള കാര്യം CPM ഒന്ന് വിലയിരുത്തണം. അല്ലാതെ കാലുമാറി വരുന്ന വ്യക്തികളെ പിടിച്ച് നിന്ന നിപ്പില് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരാക്കുന്ന ഒരു പാരമ്പര്യം അവസാനിപ്പിച്ചുകൊണ്ട് വിവരവും വിദ്യാഭ്യാസവും ക്ഷേത്ര കാര്യങ്ങൾ എന്താണെന്ന് അറിവുള്ള വ്യക്തികള്, തന്ത്രം എന്താണെന്ന് അറിയാവുന്നവര്, അതേപോലെ തന്നെ ദേവസ്വത്തിന്റെ മാനുവൽ എന്താണെന്ന് അറിയാവുന്നവര്, അത്തരത്തിലുള്ള വ്യക്തികളെ ദേവസ്വം ബോർഡിന്റെ ചുമതലയിൽ കൊണ്ടിരുത്തിയില്ല എങ്കിൽ ഇപ്രകാരമല്ല ഇതിനപ്പുറവും സംഭവിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന സൂചന. പിന്നെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, മനോരമ കുടുംബം കൈവശപ്പെടുത്തിയ വസ്തു തിരിച്ചു പിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് ചോദിച്ചത്. അത് താങ്കൾ ചോദിക്കേണ്ടിയിരുന്നത് ഈ അടുത്ത കാലത്ത് വേർപെട്ടു പോയ VS അച്യുതാനന്ദനോടായിരുന്നു. അദ്ദേഹം 2015 ഫെബ്രുവരി മാസം 15-ാം തീയതി ഈ പന്തല്ലൂരിലെ സമരഭൂമി സന്ദർശിച്ച ഒരു വാർത്ത താങ്കളൊന്ന് നോക്കിയാൽ കിട്ടും. ആ സമരഭൂമിയിൽ അദ്ദേഹത്തിനെ സ്വീകരിച്ചത് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ കൃത്യമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ക്ഷേത്ര സംരക്ഷണ സമിതി അദ്ദേഹത്തിന് ഒരു സ്വീകരണം നൽകി. അദ്ദേഹം ഈ പന്തല്ലൂരിലെ ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന സമര സംഘടനകളെ അന്ന് അനുമോദിച്ചിട്ടാ പോയത്. അന്ന് ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വന്നൊരു ഫോട്ടോ ഉണ്ട്. VS അച്യുതാനന്ദന് ഷട്ടൂരി നിൽക്കുന്ന ഫോട്ടോ. പന്തല്ലൂരിലെ മനോരമയുടെ ഭൂമി തിരിച്ചു പിടിക്കുന്ന ആ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളെ സന്ദർശിച്ച ഫോട്ടോ. നിങ്ങളുടെ പാർട്ടി OK വാസു മാസ്റ്റർ കാലുമാറി വന്ന OK വാസു മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ഭൂമി തിരിച്ചു തരാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. പാർട്ടിയുടെയും CPM-ന്റെയും ഒക്കെ നയം മനോരമയോടൊപ്പമായിരുന്നു. പന്തല്ലൂരിലെ ഏക്കർ കണക്കിന് ഭൂമി തിരിച്ചു പിടിക്കാൻ ക്ഷേത്ര സംരക്ഷണ സമിതിയും വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ഒക്കെ പോരാടിയിട്ടുണ്ട്. ആ പോരാട്ട സമരമുഖങ്ങളിലൊക്കെ തന്നെ VS അച്യുതാനന്ദന്റെ കൂട്ടുള്ള CPM-ന്റെ നേതാക്കന്മാർ പോയിട്ടുണ്ട്. താങ്കൾ വസ്തുത മനസ്സിലാക്കിയാണ് സംസാരിക്കേണ്ടത്. അത് ഒരു ഉദാഹരണം മാത്രം. തിരുവനന്തപുരത്തെ പാളയത്തെ ഗണപതി ക്ഷേത്രമുണ്ടല്ലോ, ആ ഗണപതി ക്ഷേത്രത്തില് റവന്യൂ രേഖ അനുസരിച്ച് താങ്കൾ ആ വില്ലേജ് ഓഫീസിൽ ഒന്ന് പരിശോധിച്ചു നോക്കൂ. 92 സെന്റ് സ്ഥലമാണ് പാളയം ഗണപതി ക്ഷേത്രത്തിനുള്ളത്. ഇപ്പോൾ എത്ര ഉണ്ട്? 9 സെന്റ്. ബാക്കി എവിടെ പോയി 83 സെന്റ്? ഇതേപോലെ ഹിന്ദുവിന്റെ സർവ്വ സ്വത്തുക്കളും മുച്ചൂടും നശിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ പ്രധാനപ്പെട്ട പണി. കാരണം നാഥനില്ല, കാട്ടിലെ തടി തേവരടാന വലിയടാ എന്ന രീതിയിലാണ് ഈ ദേവസ്വം ബോർഡിന്റെ എല്ലാ കാര്യങ്ങളും വരുമ്പോ
ആക്ടിവിസ്റ്റുകളെ മലക്ക് കയറ്റിയ സമയത്ത് തന്ത്രിയുടെ അഭിപ്രായം ചോദിക്കണ്ട, ആരോടും ചോദിക്കണ്ട, ഒന്നും പറയുകയും വേണ്ട, അതൊക്കെ ചെയ്യാം. പക്ഷേ സ്വർണം കട്ടുകൊണ്ട് പോയ സമയത്ത് തന്ത്രിയല്ലേ ഇതൊക്കെ ചെയ്തത് എന്ന് പറയുന്നിടത്താണ് ഈ ചോദ്യം